ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് ടേംസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കറണ്ട് എന്താണെന്ന് നോക്കുന്നത്. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ചാർജസിൻ്റെ ഒരു ഫ്ലോ ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ കണ്ടക്ടേഴ്സിലൂടെയുള്ള ഫ്ലോനെയാണ് എന്ത് പറയണത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ I =Q/T എന്നാണ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജാണ്. Q എന്ന് പറഞ്ഞാൽ ചാർജാണ്, അതായത് എമൗണ്ട് ഓഫ് ചാർജ്. T എന്ന് പറഞ്ഞാൽ ടൈം, അത് സെക്കൻഡിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് കറണ്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ക്യൂവിനെ വേറെ നമുക്കത് മാറ്റി എഴുതാം. ഈ ക്യൂവിനെ നമ്മൾ NE എന്ന് എക്സ്പ്രസ് ചെയ്യും. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ നേരത്തെ എക്സ്പ്രഷന് I =Q/T-നെ NE/T എന്നും കൂടി എഴുതാം. ഈ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. -1.6 × 10⁻⁻⁹ കൂളം. ഇതാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഇതൊരു എക്സ്പ്രഷനാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. അതേപോലെ ഇതിൽ തന്നെ കുറച്ച് ബേസിക് ടേംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് 1897. ഈ വർഷമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. അതേപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1.6 × 10⁻⁻⁹ കൂളംബാണ്. ഈ കൂളംബ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റാണ് കേട്ടോ. കൂളം ചാർജിൻ്റെ യൂണിറ്റാണെന്ത്? കൂളം. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഏത് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒന്നാണ്. അതേപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ് പറഞ്ഞാൽ 9.109 × 10⁻⁻31 kg. ഇതാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അതുപോലെ പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡാണ് 1911. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡാണ് 1911. അതിൻ്റെ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.602 × 10⁻⁻⁹ കൂളമാണ്. അതുപോലെ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.672 × 10⁻27 kg. ഇതെല്ലാം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ന്യൂട്രോണിൻ്റെ കാര്യം കൂടി പറയാം. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്കാണ്. ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അതുപോലെ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന് 0 ആണ്. അതിന് ന്യൂട്രോണിന് മാസ് ഉണ്ട്. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.674 × 10⁻⁻27 kg ആണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കില്ല. പക്ഷേ എങ്ങനെ ചോദിച്ചാൽ അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. 1 കൂളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 ×
10⁻16 ഇലക്ട്രോൺസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, എക്സാംസിന് ചോദിക്കും. 1 കൂളംബ് പറഞ്ഞാൽ എത്രയാണ്? 1 കൂളം എന്ന് പറഞ്ഞാൽ 625 × 10⁻16 ഇലക്ട്രോൺസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാംസിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 1 cm³ ഓഫ് കോപ്പറിൽ റൂം ടെമ്പറേച്ചറിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 cm³ 8.5 × 10⁻22 ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാംസിന് ചോദിക്കും. ഈ ചോദ്യം നമ്മൾ ഓർത്ത് വയ്ക്കണം, ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വോൾട്ടേജ് എന്താണെന്നാണ്. വോൾട്ടേജ് വളരെ സിമ്പിൾ ടൈംസിൽ പറയുക വെച്ചാൽ എന്താ, ആക്ച്വലി വോൾട്ടേജ് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രിക് പ്രഷറാണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ശരിക്കും അത്ര പഠിച്ചാൽ മതി, നമ്മളിത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക വെച്ചാൽ എന്താ, ഒരു നോർമൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ ബോഡീനെ നമ്മൾ ഒന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനൊരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ചാർജർ ബോഡിക്ക് എന്താണ്, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു വർക്ക് ചെയ്യണം. ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അതിന് ഉണ്ടാവുന്നത്. ഈ വർക്ക് ഡൺ ചെയ്തത് എന്താണ്, അതിൻ്റെ ബോഡിയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് പ്രഷറാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുക വെച്ചാൽ, നമ്മളിപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ എല്ലാം ഇൻസുലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നില്ലേ, തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൽ ഒഴുകുന്ന കറണ്ടിനനുസരിച്ചിട്ടല്ല, അതിൻ്റെ വോൾട്ടേജ് ലെവലിനനുസരിച്ചിട്ടാണ്. ഒരു കണ്ടക്ടറിൻ്റെ ഇൻസുലേഷൻ എത്ര വേണം തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് ചോദിക്കും PSC ക്വസ്റ്റ്യനിൽ. ഒരു ഇൻസുലേഷൻ ഒരു കണ്ടക്ടറിന് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കറണ്ടിൻ്റെ ആണോ, വോൾട്ടേജിൻ്റെ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജിന് അനുസരിച്ചിട്ടാണ് ഒരു കണ്ടക്ടറിൻ്റെ ഇൻസുലേഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിലിപ്പോൾ പഠിക്കാനുള്ള കുറച്ച് എന്ന് പറഞ്ഞാൽ EMF ആണ്. ഇതൊക്കെ ഞാൻ കുറച്ച് ടേംസും ജസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് ചെയ്യാം, അത് ഞാൻ പറയാം. പക്ഷേ ആദ്യം തന്നെ ഈ ടേംസൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. EMF എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സാണ് EMF എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു വർക്ക് വേണം, എനർജി വേണം. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു ചാർജിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എനർജി വേണം. അപ്പോൾ ഈ എനർജി എന്താണ്, സപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി വേണം. ഈ എനർജി സപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി വേണം. ഇതിന് വേണ്ടിയുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ അതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇനി അടുത്ത് നോക്കണം, നമുക്കൊരു ടേമാണ് പാസീവ് എലമെൻറ്റ്. എന്നുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. പാസീവ് എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an element which receive energy or absorb energy. അതാണ് പാസീവ് എലമെൻറ്റ് എന്നുള്ളതിനുള്ള. അതായത് ഒരു എലമെൻറ്റ് ഒന്നുമില്ലെങ്കിൽ എനർജി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് പാസീവ് എലമെൻ്റ് എന്ന് പറയാം. ഈ സ്വീകരിച്ച എനർജീനെ ഒന്നുമില്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പാസീവ് എലമെൻറ്റിനുള്ള ഉദാഹരണങ്ങളാണ്. ഒന്ന് റെസിസ്റ്റർ, പിന്നെന്ത് ഇൻഡക്ടർ, അതുപോലെ കപ്പാസിറ്റർ.
ഇതൊക്കെയാണ് എന്ത് പാസീവ് എലമെൻറ്റിനുള്ള ഉദാഹരണങ്ങൾ. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഉദാഹരണങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക. പിന്നുള്ളത് ആക്റ്റീവ് എലമെൻ്റാണ്. ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എലമെൻറ്റ് ദാറ്റ് സപ്ലൈസ് എനർജി ടു ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് ആക്റ്റീവ് എലമെൻറ്റ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സോഴ്സുകൾ, കറണ്ട് സോഴ്സസ്, അതുപോലെ വോൾട്ടേജ് സോഴ്സസ്, അതുപോലെ ജനറേറ്റേഴ്സ്, അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് റിക്വയർസ് പവർ സപ്ലൈസ്. ഇതൊക്കെയാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. ആക്റ്റീവ് എലമെൻറ്റും പാസീവ് എലമെൻറ്റും ഓർത്ത് വെക്കണം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതാണ് ചോദിക്കുക. പിന്നെ അടുത്ത എലമെൻ്റാണ് ബൈലാറ്ററൽ എലമെൻറ്റ്. ഈ ബൈലാറ്ററൽ എലമെൻ്റ് എന്നുള്ള ആ വാക്കിൽ തന്നെ അതിൻ്റെ കാര്യം എന്താ തുടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് എലമെൻറ്റ് വിച്ച് കണ്ടക്ട് കറണ്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ. കറണ്ട് കണ്ടക്ഷൻ രണ്ട് ഡയറക്ഷനിലും കറണ്ട് പാസ് ചെയ്യുന്ന എലമെൻസിനെയാണ് ബൈലാറ്ററൽ എലമെൻറ്റ് വരിക. ഇതിന് ഉദാഹരണങ്ങളാണ് റെസിസ്റ്റർ, അതുപോലെ ഇൻഡക്ടർ, അതുപോലെ കപ്പാസിറ്റർ. അപ്പോൾ ബൈലാറ്ററൽ എലമെൻറ്റിൻ്റെ ഉദാഹരണങ്ങൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് ചോദിക്കുക. അതേപോലെ അടുത്തൊരു ടേമാണ് യൂണിലാറ്ററൽ എലമെൻറ്റ്. യൂണിലാറ്ററൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇതിൽ കറണ്ട് കണ്ടക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ ഒരു വട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ യൂണിലാറ്ററൽ എലമെൻറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, അതിൻ്റെ ആൻസർ ഡയോഡാണ്. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഓപ്പോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് എന്ത് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെ R എന്ന് ഡിനോട്ട് ചെയ്യാം. റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന R ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു മാത്രം. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളായതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ഡെഫിനേഷനായിട്ടൊന്നും വേണ്ടല്ലോ. ഡെഫിനേഷനായിട്ട് പറയുക വെച്ചാൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ബൈ വിച്ച് ഇറ്റ് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. Energy is dissipated across a resistor in the form of heat. Resistance is denoted by R and the unit of resistance is ohm. The resistance of a conductor ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയലില്ലേ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ആണ് 1/A. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക റെസിസ്റ്റൻസ് ഉണ്ടാവുക. അപ്പം റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് നേച്ചർ ഓഫ് കണ്ടക്ടർ. അതേപോലെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും.
it depends on the temperature. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് ഈ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ആറിനെ R is equal to rho L by A എന്ന് എഴുതാം നമുക്ക്. ഈ റോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീക്ക് ലെറ്ററാണ്. ഈ റോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലെറ്ററാണ്. അതിന് ഉച്ചരിക്കുക റോ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് റോ L by A എന്ന് എഴുതിയത്. ഈ റോനെ പറയുന്നത് എന്താ വെച്ചാൽ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് പറയും. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർത്ത് വെച്ചാൽ മതി, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. അതേപോലെ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്താലും പാരലൽ കണക്ട് ചെയ്താലും എങ്ങനെയാണ് ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ റെസിസ്റ്റൻസിനെ സീരീസിൽ കണക്ട് ചെയ്യുക വെച്ചാൽ അതേപോലെ രണ്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ R1 R2 ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ച് ഇതിലേക്ക് എത്തിച്ചേരുന്നതും കാണില്ല, ഡയറക്റ്റ് എക്സ്പ്രഷനിലേക്ക് കിടക്കുകയാണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സീരീസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ രണ്ട് റെസിസ്റ്റൻസ് തമ്മിൽ കൂട്ടിയാൽ മതി. R1 + R2 ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് റെസിസ്റ്റൻസും തമ്മിൽ കൂട്ടിയാൽ മതി. R1 + R2. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ V/I ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R is equal to V/I ചെയ്താൽ മതി. റെസിസ്റ്റൻസ് R is equal to V/I, അതായത് വോൾട്ടേജ് ബൈ കറണ്ട്. ഇതറിഞ്ഞിരിക്കുക. അതേപോലെ റെസിസ്റ്റൻസ് ഇനി പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക വെച്ചാൽ രണ്ട് റെസിസ്റ്റൻസ് R1 R2 ഇത് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ R1 R2 R1 + R2. ഇതാണ് പാരലലിൽ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ. ഇത് ഓർത്ത് വയ്ക്കണം. ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഈ പാരലലും സീരീസും കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബ്ലം ഞാൻ വായിക്കാൻ നിങ്ങളൊന്ന് എഴുതിക്കോളൂ. എ റെസിസ്റ്റർ ഓഫ് 5 ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ parallel combination of 6 ohm and 3 ohm. Find the supply current taken from a 35 volt DC source. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സീരീസും പാരലൽ കോമ്പിനേഷനും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. $35 volt സപ്ലൈ ആണിത്. 3 ohm 6 ohm റെസിസ്റ്റൻസും പിന്നെ ഒരു 5 ohm റെസിസ്റ്റൻസും. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയേണ്ടത് ഇതിലൂടെ പോകുന്ന കറണ്ടാണ്.
അത് കണ്ടുപിടിക്കാൻ ഇതിലെ 3 ഓമും 6 ഓം എന്താണ് പാരലലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്ററിൻ്റെയും ഒരു പോയിന്റ് ഈ ഒരു രണ്ട് എൻഡും ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ റെസിസ്റ്ററിൻ്റെയും രണ്ട് പോയിന്റും രണ്ട് എൻഡും ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഓം റെസിസ്റ്റൻസ് പാരലും ഇത് സീരീസിലുമാണ്. അതായത് ഇതിൻ്റെ ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് ഈ 5 ഓമിന് സീരീസിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഈ ഒരു പാർട്ടിൻ്റെ. അപ്പോൾ ഇത് പാരലൽ ആയതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, R1 R2 R1 + R2. അപ്പം 3 × 6 / 3 + 6 18. R3 18 R3 9. 9 2 18. അതിൻ്റെ 2 ഓമാണ് ഇതിൻ്റെ ഈക്വാലൻ്റ് റെസിസ്റ്റൻസ്. നമുക്ക് ഈ ഭാഗം വായിച്ചിട്ട് ഇതിൻ്റെ ഈക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഓമായി. ഇനി 2 ഓമും അതുപോലെ തന്നെ ഈ 5 ഓം സീരീസിലാണ് അടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ സീരീസിലാവുമ്പോൾ R1 + R2. 2 + 5 7 ഓം അതില്ലേ. അപ്പോൾ ഇനി ഇതിലുള്ള ഇപ്പോൾ മൊത്തം 7 ഓമാണ്. അപ്പോൾ അതിനുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ I = V/R. V എന്ന് പറഞ്ഞാൽ 35 ആണ്. ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 7 ആണ്. 7 5 35. 5 ആംപിയർ കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യണത്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സീരീസും പാരലലും കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം പ്രോബ്ലം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ at constant temperature the current flowing through a conductor is directly proportional to its potential difference between its ends. അതാണ് എന്ത് ഓംസ് ലോ. അതിൻ്റെ എക്സ്പ്രഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. V = IR. അല്ല ഡെഫിനിഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിലൊരു കാര്യം മാത്രമാണ് നമ്മൾ ഓർത്തേക്കേണ്ടുള്ളൂ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓംസ് ലോ വാലിഡ് ആയത് എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ കാര്യം മാത്രം ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. അത് എക്സാമിന് ചോദിക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഉള്ള സമയത്താണ് ഈ ഓംസ് ലോ വാലിഡ് ഉള്ളൂ, ഇത് ചോദിക്കും. അതുപോലെ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ് 1 HP പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന്. 1 HP പറഞ്ഞാൽ 1 ഹോഴ്സ് പവർ = 746 വാട്ട്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് എക്സാമിന് ചോദിക്കും. പിന്നെ പഠിക്കാനുള്ള ഒരു ടേമാണ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന G എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞാൽ കണ്ടക്റ്റൻസ്. അതായത് കണ്ടക്റ്റൻസ് കറണ്ട് ഫ്ലോവിനെ ഓപ്പോസ് ചെയ്യാണ് ചെയ്തതെങ്കിൽ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒരു കണ്ടക്ടറിലൂടെ പോകാനുള്ള ഈസിനെസ്സിനെയാണ് എന്ത് പറയുക, കണ്ടക്റ്റൻസ് എന്ന് പറയുക. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ G ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ 1/R ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സീമെൻസ് ആണ്. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്. ഇതോർത്ത് വയ്ക്കണം, സീമെൻസ്. അതല്ലെങ്കിൽ വേറൊരു എന്താണ് മോ. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ, മോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. ഇതിന് നമുക്ക് ഈ കണ്ടക്റ്റൻസിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. IR-നെ ρL/A എന്ന് എഴുതാം. ഇതിൽ ഈ 1/ρ-നെ
സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. ഈ ഒരു ഭാഗത്തിനെ സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ്. ഇതിനെയാണ് എന്ത് പറയുക, സിഗ്മേനെയാണ് എന്ത് പറയുക, കണ്ടക്ടിവിറ്റി എന്ന് പറയും. ഈ സിഗ്മേനെ പറയുന്ന പേരാണ്, സിഗ്മേനെ കണ്ടക്ടിവിറ്റി, പിന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇതിൻ്റെ യൂണിറ്റ് ഓം മീറ്ററാണ്. ഇതിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. ഇത് നമ്മൾ ഓർത്തേക്കണം, ഇതിൻ്റെ യൂണിറ്റ് ഓം മീറ്ററാണ്. അതല്ലെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ ഉള്ളത്, അല്ല യൂണിറ്റ് ഉള്ളത് സീമെൻസ് പെർ മീറ്ററാണ്. സീമെൻസ് പെർ മീറ്റർ. ഇതിൽ ഈ കണ്ടക്ടിവിറ്റിയുടെ ഈ യൂണിറ്റാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇതാണ് എക്സാമിന് ചോദിക്കുക. അല്ലെങ്കിൽ ഓം പെർ മീറ്റർ, അതല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് എന്ത് പറയുക, ഇലക്ട്രിക് പവർ എന്ന് പറയുക. ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വാട്ട്സിലാണ്. വാട്ട്സിലാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടുള്ളൂ. ഇലക്ട്രിക് പവർ P = VI. ഇതിനെ വിനെ നമുക്ക് V = IR എന്ന് എഴുതാമല്ലോ. അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IR × I, I × I² R. അപ്പോൾ പവറിന് VI എന്ന് കൂടാതെ വേറൊരു എക്സ്പ്രഷൻ ഉള്ളതാണ് I² R. ഇത് ഓർത്ത് വെക്കണം, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. അതുപോലെ ഈ VIനെ VT എന്ന് എഴുതിയ പോലെ ഉണ്ടല്ലേ, VI ആണ്. ഈ VIയിൽ നമുക്ക് V × Iനെ V/R എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ V × V²/R. അപ്പോൾ പവറിന് മറ്റൊരു യൂണിറ്റാണ്, അല്ല യൂണിറ്റ് അല്ല, എക്സ്പ്രഷനാണ് V²/R. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട PSCക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ളതും ചോദിച്ചതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി നമ്മൾ PSCക്ക് ചോദിച്ചതും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോളൂ. ഫോർ എ ഹ്യൂമൻ ബോഡി the year-to-year resistance is about. year-to-year resistance ഹ്യൂമൻ ബോഡിയുടെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അല്ല ഓപ്ഷൻസ് 100 Ω, 400 Ω, 1000 Ω, 800 Ω അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 Ω ആണ്. 100 Ω ആണ് മനുഷ്യൻ്റെ ബോഡിയുടെ ഇയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ അതാണ്. പിന്നെ ഫോർ എ ഹ്യൂമൻ ബോഡി, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫോർ എ ഹ്യൂമൻ ബോഡി ദ ഹാൻഡ് ടു ഫുഡ് റെസിസ്റ്റൻസ് ഈസ് അബൌട്ട്. മനുഷ്യൻ്റെ കൈ മുതൽ കാല് വരെയുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 400 Ω ആണ്. അതിൻ്റെ ആൻസർ 400 Ω ആണ്. ഹാൻഡ് ടു ഫുഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 Ω ആണ്. അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡയമീറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് ഓഫ് ദ ഓർഡർ. The diameter of the nucleus of an atom is of the order of, diameter എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ. ഈ ഒരു റേഞ്ചിലാണ് വരിക ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമീറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻10 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ.
അതേപോലെ അടുത്ത PSCക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കോൺസ്റ്റൻറ്റൈൻ ഈസ് ദ അലോയ് കണ്ടെയ്ൻ. കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന അലോയ് അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 60% കോപ്പറും അതുപോലെ 40% നിക്കലും. കോൺസ്റ്റൻറ്റൈൻ അലോയ് എന്ന് പറഞ്ഞാൽ 60% കോപ്പറും അതേപോലെ 40% നിക്കലുമാണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ PSCക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറാഡിയനാണ്. സ്റ്റെറാഡിയനാണ് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറാഡിയനാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ 1 ന്യൂട്ടൺ ഈസ് സെയിം ആസ് ദ എത്രയെന്ന് ചോദിച്ചിട്ട് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ ഡൈൻസ് ആണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ന്യൂട്ടൺ ഈസ് ദ സെയിം ആസ് 10⁵ ഡൈൻസ്. ഇത് PSCക്ക് ചോദിക്കും. മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ PSCക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1 kWh ഈക്വൽസ് നിയർലി ഡാഷ് കിലോ കലോറി KCALS. 1 kWh 860 KCALS ആണ്, കിലോ കലോറീസ് ആണ്. 1 kWh ഈക്വൽ ടു 860 കിലോ കലോറിയാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്.